ലെറ്റ്സ് മേക്ക് വെൽവെറ്റ് ബനാന കൊക്കോ കേക്ക്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് റോബസ്റ്റ പായ ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. എന്നിട്ട് ബനാന ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. അതിലോട്ട് പഞ്ചസാര, വെളിച്ചെണ്ണയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, ഓയിൽ, ബട്ടർ എന്ത് വേണേലും ഇടാം. പിന്നെ ഇതിലോട്ട് വാനില എസൻസും കൂടി ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പൊടികളൊന്ന് സെറ്റാക്കാം. മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ അതൊക്കെ ഒന്ന് തരിച്ചെടുത്തിട്ടുണ്ട്. 2 വട്ടം തരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ളതിലേക്ക് കുറച്ചീച്ച് ഇങ്ങനെ ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ടൈറ്റായി എന്നുള്ളത് തോന്നിയുകൊണ്ട് എനിക്ക് സോഫ്റ്റായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് കുറച്ച് ലൂസാക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ പഞ്ചാര ആക്കിയിട്ടുണ്ട്. അതെന്തിനാണ് ഞാൻ അങ്ങനെ ആക്കി വെച്ചാൽ പഞ്ചാര കുറച്ച് കുറവായ പോലെ തോന്നിയപ്പോൾ ഞാൻ പഞ്ചാര എങ്ങനെ ആഡാക്കണമല്ലോ എന്ന് കരുതിയിട്ട് കുത്തി നിറച്ചതാണ്. അങ്ങനെ കുറച്ച് പാലുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറിലാണ് ചെയ്യുന്നത്. അതിൽ ബട്ടർ പേപ്പർ ഞാൻ വെക്കാറില്ല. ഓയിലിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ നേരിട്ട് പാരാനാണ് പതിവ്. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഡയറി മിൽക്ക് ഒരു 3-4 വാങ്ങിയിട്ട് ഒന്ന് ഫുള്ള് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു ചതുരത്തിലാക്കിയിട്ട് ബ്രൗണി പോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് ബ്രൗണിനെക്കാട്ടിലും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. റോബസ്റ്റ പായ ഉണ്ടെങ്കിൽ ആ പഴത്തിൻ്റെ വലുതായിട്ടുള്ള ഒരു കുത്തുന്ന സ്മെല്ല്, ചോയ അതൊന്നും ഉണ്ടാവുകയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഉറപ്പായിട്ടും ഉണ്ടാക്കി വെക്കണം. മസ്റ്റ് ട്രൈ ആണ്. അധികം സാധനങ്ങളൊന്നും വേണ്ട, എന്നാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കാം. മസ്റ്റ് ട്രൈ.